ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ അന്നത്തെ വീഡിയോ ഉണ്ടോ. എൻഗേജ്മെൻറ്റ് ഉണ്ടാകുന്നത് 13-ാം തീയതി ശനിയാഴ്ച ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും തന്നില്ല. പക്ഷേ ഞങ്ങൾ കൂടിയ തന്നെ ഒരു തിരക്കാണ്. ഞങ്ങൾ കൂടിയ പിന്നെ പറയണ്ട, ബഹളമായാണ്, ഉറക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ തലേ ദിവസം പ്രത്യേകിച്ച് കാര്യമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. മൈലാഞ്ചിട്ടിട്ടും അങ്ങനെ കഥ പറഞ്ഞിട്ട് ഇരുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഉറങ്ങാത്തതുകൊണ്ട് കുറച്ചധികം നേരത്തെ നീക്കാൻ പറ്റി. പിന്നെ അങ്ങോട്ട് തുടങ്ങി ഞങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഒരു നേരം അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂട്ടത്തിൽ ഒരാളുടെ കല്യാണം എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ട്. ഏകദേശം 2019 ഞങ്ങൾ ഒരു ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് മാമൻ്റെ ഒരു കല്യാണം കൂടിയിട്ടുള്ളത്. അന്നത്തെ ഡ്രസ് കോഡ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നു ഫുൾ ഷോക്കാണ്. ഞങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്തത്. ഇത് ഞങ്ങൾ എന്തായാലും കുറച്ച് കളറാക്കിയിട്ടുണ്ട്, കുറച്ച് കാശും പൊട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ക്യാമറാമാൻ വന്നു. അങ്ങനെ രാഗൻ മേക്കപ്പും കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയോണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. ഇത് അവരുടെ തറവാടാണ് കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. നല്ലൊരു ഇപ്പോൾ ഇവർ പുതിയ വീട്ടിലാണ്, പക്ഷേ ഇത് നല്ല സെറ്റപ്പ് ആംബിയൻസ് ഉള്ളൊരു പ്ലേസാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ചധികം നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ എൻഗേജ്മെൻറ്റിൻ്റെ എത്രയോ മുന്നേ തുടങ്ങിയിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും സാധനങ്ങൾ വാങ്ങലും പർച്ചേസിങ്ങും അങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് സെറ്റാക്കലും തോന്നും ഞങ്ങളെ എൻഗേജ്മെൻ്റ് അന്ന് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വലിയ റോളൊന്നും ഇല്ല. എന്നാൽ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരുങ്ങി കെട്ടിയാലേ ഒരു റീലൊക്കെ എടുക്കാം, നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എത്രയും മുന്നേ തുടങ്ങിയ ഒരു ഡാൻസ് പ്രാക്ടീസ്. എന്നിട്ട് എന്താ ഉണ്ടായേ, ഇവർ വീടിൻ്റെ അടുത്ത് നല്ല അടിപൊളി ഒരു അമ്പലമുണ്ട്, മുത്തശ്ശിയാർക്കാവ്. അവിടെ നല്ല സെറ്റപ്പ് വൈബാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് റീലൊക്കെ എടുക്കാം. ഏതായാലും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങണതൊക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് റീലൊക്കെ എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഡാൻസൊക്കെ പഠിച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾ ടൈമിങ് തീരെ ശരിയായില്ല. ഞങ്ങൾ ഇവർ വരുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു. പക്ഷെ എന്നാൽ പിന്നെ ഇവർ വന്നിട്ട് പോവാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കാണ് ചെക്കൻ്റെ വീട്ടുകാർ വന്നത്. ഇവർ തമ്മിൽ ലവ് മാരേജ് ആണ് കേട്ടോ. അപ്പോൾ അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല വീടുകൾ തമ്മിൽ. അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാർ വന്നു. അങ്ങനെ പിന്നെ ബാക്കി പരിപാടികളൊന്നും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ അപ്പോഴേക്കും ഒരു സൈഡായിരുന്നു. അല്ലെങ്കിലും എന്തെങ്കിലും വിശേഷമുള്ള ദിവസം നമ്മൾ അണിഞ്ഞൊരുങ്ങലും കാര്യങ്ങളും കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ സൈഡാവും. ആ ഒരു ഉഷാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശന്ന് ചിറി കളിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിയത്. പിന്നെ മൊത്തത്തിൽ എല്ലാവരും വയറ്റത്തടിച്ച് കാത്തു നിൽക്കലായിരുന്നു ഫുഡിൻ്റെ അവിടെ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സൈഡായി. പിന്നെ ആർക്കും ഡാൻസും വേണ്ട, പാട്ടും വേണ്ട, ഒക്കെ പാടെ ഓരോ മുക്കിലിരുന്നു. പിന്നെ ഓരോരുത്തരോരോ സൈഡിൽ കടപ്പായി. അപ്പോഴേക്കും പിന്നെ പോരാനുള്ള നേരമായി. പിന്നെ അവിടെ റീലെടുക്കാനൊക്കെ നേരം. അല്ലെങ്കിലും പിന്നെ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പ്ലാനിങ് ഒരു വഴിക്കും ഞങ്ങൾ ചെയ്യുന്നത് ഒരു വഴിക്കും. ഏതോ കൊല്ലം പ്ലാൻ ചെയ്യൽ തുടങ്ങിയതാണ് എല്ലാവരും കൂടിയിട്ട് ടൂർ. അത് ഇതുവരെ നടന്നിട്ടില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെ പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ. ഇനി എന്തായാലും കുഴപ്പമില്ല, വേറെ എൻഗേജ്മെൻറ്റ് കല്യാണമൊക്കെ വരുന്നുണ്ട്, അപ്പം സെറ്റാക്കാം. അങ്ങനെ പരസ്പരം യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അമ്മമ്മയ്ക്ക് 5 പെൺമക്കളും ഒരു മാമയാണ്. ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു മാമയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് അവിടുന്ന് പോന്നു. ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ചത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. ഞാനൊക്കെ എൻ്റെ കോലം കണ്ട, ആദ്യത്തെ കോലം, വീഡിയോയുടെ തുടക്കത്തെ കോലം, ഈ ഒരു കോലം കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ എത്ര തന്നെയുള്ളൂ കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.